ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1104 ദിവസം. ഇന്ന് എൽദോ പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശുതമ്പുരാൻ പെസഹാ പെരുന്നാളിന് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഏവൻഗേലിയോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുരുഷന്മാരൊക്കെയും ആണ്ടിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിന്റെ മുമ്പാകെ വരണം എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പുരുഷന്മാരെല്ലാവരും 3 പ്രാവശ്യം പെരുന്നാളിന് പോയിരുന്നു. അത് വാരപ്പെരുന്നാൾ, പെസഹാ പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിങ്ങനെയായിരുന്നു. അന്ന് ആളുകൾ സമൂഹമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. ബന്ധുക്കളും പരിചയക്കാരും എല്ലാവരും ഒരുമിച്ച്. യേശുതമ്പുരാൻ പെരുന്നാളിന് പോയി തിരികെ വരുമ്പോൾ യേശുതമ്പുരാൻ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് യൗസേപ്പും മറിയയും വിചാരിച്ചു. അങ്ങനെ പകൽ സമയം കഴിഞ്ഞു, സന്ധ്യ ആയപ്പോൾ യേശുവിനെ അന്വേഷിച്ചപ്പോഴാണ് യേശു കൂടെയില്ല എന്നുള്ളതായ കാര്യം അവർ തിരിച്ചറിഞ്ഞത്. അങ്ങനെ വീണ്ടും യേശുവിനെ അന്വേഷിച്ച് അവർ യെരൂശലേമിലേക്ക് മടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അവർ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ യേശുതമ്പുരാൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുകയാണ്. അവർ പറയുന്നത് കേൾക്കുകയാണ്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കേട്ടവരെല്ലാവരും അവന്റെ ജ്ഞാനത്തെ കുറിച്ചോർത്ത് വിസ്മയിച്ചു. അമ്മ യേശുവിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഞങ്ങൾ എന്തുമാത്രം വ്യസനിച്ചു എന്ന് നിനക്കറിയാമോ? അന്നേരം യേശുതമ്പുരാൻ തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലയോ എന്ന്. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥ പിതാവുമായിട്ട് യേശുതമ്പുരാനുള്ളതായ ബന്ധം അവരുമായിട്ടുള്ള ബന്ധത്തേക്കാൾ വലിയതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് വേണം നാം മനസ്സിലാക്കുവാനായിട്ട്. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികളും നമ്മുടെ അടുത്തവർക്ക് പോലും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, ദൈവ ഇഷ്ടം ആചരിച്ച് ആത്മീയതയിലും അനുസരണത്തിലും തികവുള്ളവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.